ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ VSc BCom വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള വാണിജ്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ ഉമ്മ നട്ട മരങ്ങൾ എന്നുള്ളൊരു കഥയുണ്ട്. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയപരമായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. കവിതയും ലേഖനങ്ങളും തിരക്കഥയൊക്കെ മലയാള സാഹിത്യത്തിന് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രധാനമായും സംസാരിക്കുന്നത് വേദന അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ചിട്ടാണ്. മനുഷ്യരുടെ സങ്കടങ്ങൾ മാത്രമല്ല, പ്രകൃതിയും മരങ്ങളും ജീവജാലങ്ങളും നേരിടുന്ന മുറിവുകളും അദ്ദേഹത്തിൻ്റെ കഥകളിൽ വലിയ പ്രാധാന്യത്തോടെ കടന്നു വരുന്നുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ശൈലിയിൽ അദ്ദേഹം കഥ പറയുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഉമ്മനട്ട മരങ്ങൾ എന്നുള്ള കഥയിൽ അദ്ദേഹം വളരെ വേദനയോടുകൂടി അടയാളപ്പെടുത്തുന്ന ചില ഭാഗങ്ങളുണ്ട്. ഈ കഥ മാതൃത്വത്തിൻ്റെ സഹനത്തെക്കുറിച്ചും വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ നേരിടുന്ന അവഗണനയും പ്രമേയമായി അവതരിപ്പിക്കുന്നതാണ്. ആ കഥ തുടങ്ങുന്നത് ഉമ്മയുടെ ഖബറടക്കം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മനസ്സ് വല്ലാത്തൊരു ഭാവം പൂണ്ടിരുന്നു. ഒരു നിമിഷം അത് മറ്റേതോ വീടെന്ന് തോന്നി. അപരിചിതമായ ഏതോ ഭാവം തന്നെ പൊതിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് കഥ ആരംഭിക്കുന്നത്. ഉമ്മയുടെ മരണശേഷം വീട്ടിലെത്തുന്ന മകൻ്റെ മാനസികാവസ്ഥകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. രോഗബാധിതയായിരുന്ന കാലത്ത് ഉമ്മ അനുഭവിച്ച വേദനകളും മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും അവർ നേരിട്ട കുറ്റപ്പെടുത്തലുകളും മകൻ ഓർത്തെടുക്കുന്നുണ്ട്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ഉമ്മ കഠിനമായ വേദന അനുഭവിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ വേദന സഹിക്കാനാവാതെ അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയും ഏങ്ങലടിക്കുകയും ചെയ്തിരുന്നു. രോഗം കാരണമായി അവരുടെ ശരീരം വല്ലാതെ മെലിഞ്ഞ് പക്ഷിക്കൂട് പോലെ ആയിത്തീർന്നിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പഴയൊരു ചികിത്സയുടെ പാർശ്വഫലം കാരണം ഉമ്മയ്ക്ക് മരുന്നുകളോടൊന്നും ഭയമായിരുന്നു. ഗുളികകൾ കഴിക്കുമ്പോൾ വയറ്റിൽ തീപിടിക്കുന്നത് പോലെയുള്ള പുകച്ചിൽ അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. പല്ലുകൾ ഇളകിയിരുന്നതിനാൽ പല്ല് തേക്കുന്നത് പോലും അവർക്ക് വേദനയായിരുന്നു എന്നും കഥാകൃത്ത് ഓർത്തെടുക്കുന്നുണ്ട്. വേദന കൊണ്ടുള്ള ഉമ്മയുടെ നിലവിളികൾ കാരണം തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നുവെന്ന് മരുമകൾ സാബിറ നിരന്തരം പരാതിപ്പെടുന്നുണ്ട്. അസുഖം വന്നാൽ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കാതെ വാശിയുള്ള തള്ള എന്നവരെ മരുമകൾ പരിഹസിക്കുന്നുണ്ട്. ഉമ്മയുടെ വസ്ത്രധാരണത്തെയും രൂപത്തെയും ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുകയും അവർ ഒരു അപശകുനമാണെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട് സാബിറ. യാത്രകൾക്കും മറ്റും പോകുമ്പോൾ ഉമ്മയെ കൂടെ കൂട്ടാൻ ആരും തയ്യാറായില്ല. വീടിൻ്റെ അടുക്കള കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് മക്കൾ ഉമ്മയെ വിലക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ അവരെ വലിയ തരത്തിൽ മാനസികപരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. താൻ കഷ്ടപ്പെട്ട് വളർത്തിയ മരങ്ങളെയും പക്ഷികളെയും സ്നേഹിച്ചപ്പോൾ ഉമ്മയ്ക്ക് ഭ്രാന്താണെന്ന് അവർ പരിഹസിച്ചു. ഉമ്മക്ക് സ്വന്തമായി ഇഷ്ട നിറങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ട് എന്ന് മക്കൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. സ്വന്തം വീട്ടിൽ തന്നെ ഒരു അന്യനെ പോലെയും ഭാരമായിട്ടുമാണ് ഉമ്മ അവസാന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നതെന്ന് മകൻ ഓർക്കുന്നുണ്ട്. മക്കൾക്കായി ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട ഉമ്മ ഒടുവിൽ അവഗണനയ്ക്കിടയിൽ മരങ്ങളോടും പക്ഷികളോടും സംസാരിച്ചാണ് ആശ്വാസം കണ്ടെത്തുന്നത്. ഉമ്മയുടെ വസ്ത്രധാരണത്തെയും രൂപത്തെയും പോലും പരിഹസിച്ചിരുന്ന മരുമകൾക്കും അവരെ വേണ്ട വിധം പരിഗണിക്കാൻ കഴിയാതിരുന്ന മകനും ഉമ്മയുടെ ആഴത്തിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഒടുവിൽ അവരുടെ മരണശേഷം നിലാവുള്ള ഒരു രാത്രിയിൽ ഉമ്മ നട്ട മരങ്ങളുടെ തണലിൽ ഇരിക്കുമ്പോൾ മകൻ അവരുടെ സ്നേഹവും സാമീപ്യവും ഒരു താരാട്ടായി അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ മനുഷ്യബന്ധങ്ങളിലെ വിള്ളലുകളും വാർദ്ധക്യത്തിലെ ഏകാന്തതയും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കഥയാണ് ഉമ്മ നട്ട മരങ്ങൾ. ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മാതാപിതാക്കൾ എങ്ങനെ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നത് ഈ കഥ കൃത്യമായി ഉദാഹരിക്കുന്നുണ്ട്. രോഗിയായ ഉമ്മയെ ഒരു ഭാരമായി കാണുന്ന
മരുമകളുടെ സ്വഭാവം സമൂഹത്തിലെ ഒരു വിഭാഗത്തിൻ്റെ പ്രതിഫലനമാണ്. ഈ വീട്ടിൽ വന്നിട്ട് സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് സാബ്രയുടെ വാക്കുകൾ ഉമ്മയുടെ വേദന വർദ്ധിപ്പിക്കുന്നു. മനുഷ്യർ അവഗണിച്ചപ്പോൾ ഉമ്മ അഭയം കണ്ടെത്തിയത് താൻ നട്ടുപിടിച്ച മരങ്ങളിലാണ്. മരങ്ങൾ വെറും സസ്യങ്ങളല്ലെന്നും മറിച്ച് ഉമ്മയുടെ വികാരങ്ങൾ പങ്കുവച്ചിരുന്ന കൂട്ടുകാരനായാണ് കഥയിൽ ചിത്രീകരിക്കുന്നത്. വേനൽക്കാലത്ത് എത്തുന്ന വർണ്ണപക്ഷികളെ ഉമ്മ വാണി ജയറാം എന്ന് വിളിക്കുന്നത് അവരുടെ ഗൃഹാതുരത്തെ സൂചിപ്പിക്കുന്നു. തൻ്റെ വിവാഹകാലത്തെ സാരിയുടെ നിറമാണ് ആ പക്ഷിക്കെന്ന് അവർ ഓർക്കുന്നുണ്ട്. ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള ഒരു സാരി പോലും വാങ്ങി നൽകാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന മകൻ്റെ തിരിച്ചറിവ് വായനക്കാരിലും അല്പം നോവ് പടർത്തുന്നു. മരണശേഷവും മകനെ സമാധാനിപ്പിക്കാൻ എത്തുന്ന ഉമ്മയുടെ ശബ്ദം മാതൃസ്നേഹത്തിന് മരണമില്ലെന്ന് അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാതൃത്വത്തെ പ്രകൃതിയോട് ഉപമിക്കുന്ന മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ഉമ്മ നട്ട മരങ്ങൾ എന്ന കഥ. മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുമ്പോൾ പ്രകൃതി എങ്ങനെയാണ് ഒരാൾക്ക് സാന്ത്വനമാകുന്നത് എന്ന് ഈ കഥ പറഞ്ഞു തരുന്നു. കഥയിലെ ഉമ്മ വെറുമൊരു മരപ്രേമി മാത്രമല്ല, പ്രകൃതി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട വ്യക്തിയാണ്. വാടക വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ചുറ്റും തരിശു ഭൂമിയായിരുന്നു. ഇന്നിവിടെ കാണുന്ന പച്ചപ്പും തണലും ആ ഉമ്മ നട്ട മരങ്ങളാണ്. മക്കൾ അവരെ അവഗണിക്കുകയും അടുക്കളയിൽ നിന്ന് പോലും മാറ്റി നിർത്തുകയും ചെയ്തപ്പോൾ അവർ താൻ നട്ടുപിടിപ്പിച്ച മരങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. മരങ്ങൾ തൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്നും അവയെ തൊടുമ്പോൾ മരങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. ഉമ്മയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വാണി ജയറാം എന്ന് വിളിക്കുന്ന പക്ഷി. വേനൽക്കാലത്ത് എത്തുന്ന ആ പക്ഷിയുടെ നിറം തൻ്റെ വിവാഹക്കാലത്ത് ഭർത്താവ് വാങ്ങി നൽകിയ മൈസൂർ സാരിയുടേതാണെന്ന് അവർ തിരിച്ചറിയുന്നു. മനുഷ്യർ നൽകാത്ത പരിഗണന ആ പക്ഷി തനിക്ക് നൽകുന്നു എന്നുണ്ടെന്ന് അവർ കരുതുന്നു. വെള്ളം കുടിക്കുമ്പോൾ ആ പക്ഷി തന്നെ നോക്കി ചിരിക്കാറുണ്ടെന്ന് അവർ മകനോട് പറയുന്നുണ്ട്. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. മരുമകൾ സാബിറ മരങ്ങളെ കാണുന്നത് പാമ്പുകളുടെ സങ്കേതമായിട്ടാണ്. ഉമ്മ മരങ്ങളോട് സംസാരിക്കുന്നത് ഭ്രാന്തായിട്ടാണ് അവർക്ക് തോന്നിയത്. എന്നാൽ ഉമ്മയ്ക്ക് ആ മരങ്ങൾ മകളെ പോലെയായിരുന്നു. മക്കൾ തന്ന വേദനകൾ മറയ്ക്കാൻ അവർ മരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. വീട്ടുപറമ്പിലെ പക്ഷികൾക്കായി അവർ ചട്ടികൾ വെള്ളം നിറച്ചു വെച്ചു. മക്കളാൽ തിരസ്കരിക്കപ്പെട്ട ഒരു വൃദ്ധയ്ക്ക് പ്രകൃതി നൽകിയ ആശ്വാസം ഈ കഥയിൽ വളരെ ആഴത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഉമ്മയുടെ മരണശേഷം ആ പറമ്പിലെ മരങ്ങൾ വെറും മരങ്ങളല്ല, മറിച്ച് ഉമ്മയുടെ സാന്നിധ്യമായി മാറുന്നു. ഉമ്മയുടെ കൈപ്പുണ്യം ആ മരങ്ങളിൽ വിരിഞ്ഞ കണ്ണിമാകകളിൽ പോലുമുണ്ടെന്ന് മകൻ ഓർക്കുന്നു. അവസാനം നിലാവുള്ള രാത്രിയിൽ മകൻ ചാരുകസേരയിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടിരിക്കുമ്പോൾ ഉമ്മ നട്ട മരങ്ങൾ കാറ്റിൽ ഉലയുന്നത് അമ്മയുടെ താരാട്ടായി അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രകൃതിയുടെ ആ തണൽ സത്യത്തിൽ മാതൃത്വത്തിൻ്റെ തളം തന്നെയാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യർ സ്വന്തം വേരുകളെയാണ് ഇല്ലാതാക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഈ കഥ പങ്കുവയ്ക്കുന്നത്. ഉമ്മ നട്ട മരങ്ങൾ ഉമ്മയെപ്പോലെ തന്നെ സ്നേഹവും തണലും നൽകുന്നവയാണ്. മനുഷ്യർ നൽകുന്നതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം പ്രകൃതിക്ക് നൽകാൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.